ഈഴവർ CPIM-ൽ നിന്ന് അകന്നു പോയെങ്കിൽ കാരണം കണ്ടെത്തുകയാണ് വേണ്ടതെന്ന് MV ഗോവിന്ദന് വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെതിരെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ലെന്നും ഒക്കുന്ന നിലയിൽ സഹായിച്ചെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ച് സമചിത്തതയോടെയും ക്ഷമയോടെയും ചിന്തിച്ചാൽ മനസ്സിലാകുമെന്ന മറുപടിയും വെള്ളാപ്പള്ളിയിൽ നിന്ന് വന്നു. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നുവെന്നും പിന്നോക്കക്കാരനും അധസ്ഥിതനും ഒന്നുമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു. ജാതി ചിന്ത ഉണ്ടാകുന്നത് ജാതി വിവേചനം ഉണ്ടാകുമ്പോഴാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. UDF ആയാലും LDF ആയാലും കേരള രാഷ്ട്രീയത്തിൽ ഈഴവന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ആയി വന്ധീകരിക്കപ്പെട്ട ഒരു സമുദായമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി അതാണ് വന്ധീകരിച്ചത്. ആ മുഖ്യമന്ത്രി കഴിഞ്ഞ പിന്നെ ആരെങ്കിലും ഉണ്ടോ? കോൺഗ്രസ്സുകാരുണ്ട്, സുധാകരൻ എന്ന് പറയാം, വന്ധീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. എല്ലാ ഈഴവരും അടൂർ പ്രകാശുണ്ട്, എത്രയാളുണ്ട്. അത് കഴിഞ്ഞിട്ട് അതും വന്ധീകരിച്ച് അടുത്ത തലമുറ SNDP എന്ന നിലയിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഞാൻ എന്നെ കൊണ്ടുവെക്കുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. ഈ പ്രീണനം കൊണ്ട് തന്നെ ഇത് ഭാഗത്ത് ഹിന്ദുക്കളുടെ ഭാഗത്ത് എന്താ പറ്റിയത്? ഈ മുസ്ലിം പ്രീണനമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവർക്ക് ഒരുപാട് അവകാശം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അവർക്ക് അധികാരം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല. ഇടതുപക്ഷമായാലും തിരക്കില്ല, വലതുപക്ഷമായാലും തിരക്കില്ല. മുസ്ലിം പ്രീണനം ആണ് കൂടുതലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് വിദ്വേഷം പ്രചരിക്കല്ലേ. നിങ്ങൾ ഉള്ള സത്യം പറയുമ്പോൾ അത് വിദ്വേഷമായിട്ട് വേണ്ട. മുസ്ലിങ്ങൾ അവർ സമചിത്തയോടും ക്ഷമയോടും ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞത് അവർ സത്യമായും മനസ്സിലാക്കണം. അവർ വിദ്വേഷയോടുകൂടി ചിന്തിക്കരുത്. ആർ ശ്രീജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നു. എങ്ങനെയാണ് BJPക്ക് വോട്ട് കൂടിയത് എന്നുള്ള ചർച്ചകൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇരുകൂട്ടരും മനസ്സിലാക്കുന്നു. ആ കാര്യങ്ങൾ തുറന്നു പറയുന്നു. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തു നിന്നും UDF-ൽ നിന്നും ഈഴവ സമുദായം അകന്നതെന്നും എന്തുകൊണ്ട് BJP-യിലേക്ക് പോയി എന്നും കൃത്യമായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. MV ഗോവിന്ദൻ ഇന്ന് വെള്ളാപ്പള്ളിയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ കൂടി വെച്ച് നോക്കുമ്പോൾ ഈ അകൽച്ച എന്ന് പറയുന്നത് പൊടുന്നതിനെ എടുത്ത തീരുമാനമല്ല, കാലങ്ങളായ അവഗണനയിൽ. അതുകൊണ്ടായിരിക്കാമല്ലോ വന്ധ്യംകരണം എന്നുള്ള വാക്ക് ആവർത്തിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അല്ലേ ശ്രീജിത്ത്? സുജയ, ഗുഡ് ഈവനിങ്. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ ഈ വന്ധ്യംകരണം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കാലങ്ങളായി പിന്നോക്ക അധസ്ഥിത വിഭാഗങ്ങൾക്ക് ഇടത് വലത് മുന്നണികളിൽ വലിയ തോതിൽ അവഗണന നേരിടുകയാണ്. വെറും വോട്ടുകുത്തി യന്ത്രങ്ങൾ മാത്രമായി പിന്നോക്കക്കാർ പാർട്ടികൾ മാറുന്നു. ഇന്നലെ വന്നവർ സ്ഥാനങ്ങളിൽ പടിപടിയായി ചവിട്ടിക്കയറുമ്പോൾ അധസ്ഥിത ജനതയ്ക്ക്, പിന്നോക്ക വിഭാഗത്തിന് CPM അടക്കമുള്ള ഒരു പാർട്ടിയിലും കാര്യമായ പരിഗണനയില്ല. ചെറുപ്പക്കാർ ധാരാളം ഈ പാർട്ടികളിലുണ്ട്. എന്നാൽ അവർക്കാർക്കും പരിഗണന നൽകാതെ ഇന്നലെ വന്നവർക്ക് അനർഹമായി സ്ഥാനമാനങ്ങളും മറ്റും നൽകുന്നതാണ് ഈഴവരാതി പിന്നോക്ക ഇത്തരത്തിൽ അകന്നു പോകാൻ കാരണമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈഴവർ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തുകയാണ് വേണ്ടത്. ആ കാരണത്തിന് ഒരു പരിഹാരം ഉണ്ടായാൽ തിരിച്ചു വരാൻ കഴിയുമെന്നും വെള്ളാപ്പള്ളി പറയുന്നു. എന്നാൽ SNDP പ്രവർത്തകർ എന്ന നിലയിൽ താൻ ഒരു ഘട്ടത്തിലും BJPക്ക് അനുകൂലമായി പ്രവർത്തനത്തിന് പോയിട്ടില്ല, BJPയുടെ പരിപാടിക്ക് പോയിട്ടില്ല. എല്ലാ കാലത്തും അധസ്ഥിത വർഗത്തിനൊപ്പമായിരുന്നു, തന്റെ അടിസ്ഥാന വർഗത്തിനൊപ്പമാണ് താൻ നിന്നത്. ഇനിയും അങ്ങനെ തന്നെയാണ്. BJPയുടെ പരിപാടികൾക്ക് തുടർന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യവും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. എന്നാൽ ഈ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നു എന്നത് തന്റെ ഒരു ആക്ഷേപമല്ല, വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് താൻ പറയുകയാണെന്നാണ് ഇപ്പോഴും വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നത്. അക്കാര്യത്തിൽ വിദ്വേഷപരമായ പ്രതികരണമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും വെള്ളാപ്പള്ളി അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ വരുമ്പോൾ തന്റെ നേരെ ചാടിപ്പുറപ്പെടാതെ അത് കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് വെള്ളാപ്പള്ളി തിരിച്ചു ചോദിക്കുന്നത്. രാജ്യസഭാ അംഗങ്ങൾ, കേരളത്തിലുള്ള 9 രാജ്യസഭാ അംഗങ്ങളുടെ കണക്ക് നിരത്തിയാണ് വെള്ളാപ്പള്ളി പ്രീണനമുണ്ട് എന്ന തന്റെ നിലപാട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്.